ഏവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അൽക്കോബാറിലേക്കാണ്. അപ്പോൾ അൽക്കോബാറിന്റെ ഒരു വിശേഷം നമുക്ക് തനിയെ കാണാം. റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗം കോർണിഷ് കടലാണ്. നമ്മൾ ആ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്ന് കാണണം. ഇപ്പോഴത്തെ നല്ല വെയിലായതുകൊണ്ട് ഇവിടെ ആരുമില്ല. പറ്റിയാൽ വൈകിട്ടൊന്ന് വരാം. കഷണം തെറ്റിപ്പോയി, അടുക്ക് തെറ്റിപ്പോയ ബിൽഡിംഗ് പോലെ ഉണ്ട് അല്ലേ? കോർണിഷിൽ വന്നേക്കാണ്. സൗദി അറേബ്യയിൽ അൽക്കോബാറിലുള്ള കോർണിഷിലാണ്. സന്ധ്യാകാറായിപ്പോയി, കുറച്ച് വൈകിപ്പോയി. ഇനി ഒരു പകലൊരു സീനും കൂടെ എടുക്കുന്നുണ്ട്. നമ്മളിന്ന് ബഹ്റൈൻ വീണ്ടും അതിരാവിലെ വന്നേക്കാണ്. ഇപ്പൊ 6 മണിയായി. കാരണം ഇന്നലെ രാത്രി ആയതുകൊണ്ട് കുറെ ദൃശ്യങ്ങൾ നമുക്ക് പകർത്താൻ കഴിഞ്ഞില്ല. ഇന്ന് അതുകൊണ്ട് വീണ്ടും ഷിബു വീണ്ടും അൽക്കോബാറിന്റെ ഭാഗങ്ങൾ, കോർണിഷ്, അതുപോലെ തന്നെ ബഹ്റൈൻ പാലം, അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ രാവിലത്തെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഏവർക്കും നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് അൽക്കോബാറിലെ ഒരു കടലിൻ്റെ തീരത്താണ്. ദമാമിൻ്റെ കുറച്ചടുത്താണ് അൽക്കോബാർ. എനിക്കറിയാം, സൗദി അറേബ്യയിൽ. ഇതിൻ്റെ ഇവിടുന്ന് ഒരു കോസ്റ്റ് വേ ഉണ്ട്, പാലം. ആ പാലം കടന്ന പകുതി എത്തിക്കഴിഞ്ഞാൽ സൗദിയുടെ ബോർഡർ, അത് കഴിഞ്ഞാൽ പിന്നെ ബഹ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇവിടുന്നാണ് ആളുകൾ കടന്നു പോകുന്നത്. ചെക്ക് പോസ്റ്റ് കടന്നിട്ടാണ് ബഹ്റിൻ.
കിങ്ഡം ഓഫ് ബഹ്റൈൻ. കിങ്ഡം ഓഫ് ബഹ്റൈൻ. അപ്പൊ നമ്മള് ഇങ്ങനെ തിരിച്ചു വരും, യൂട്ടേൺ അടിച്ചു വരും നമ്മൾ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് പിന്നെ അൽക്കോബാറിൽ നിന്ന് ബഹ്റൈന്റെ പകുതി വരെ പോകാൻ പോവാണ്. ബഹ്റൈൻ പാലത്തിലൂടെ, കോസ്വേയിലൂടെ നമ്മൾ കുറച്ച് മുന്നോട്ട് യാത്ര ചെയ്തു തിരിച്ചു വരും. കാരണം നമുക്ക് അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വിസ വേണം. അങ്ങനെ പോകാം എന്നാണ് പറയുന്നത്. ഷെബുവിന്റെ ഡയറക്ഷനിൽ നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ കോസ്വേയിലേക്ക് കയറാൻ പോകുന്നു അല്ലേ? 25 റിയാൽ ടോൾ കൊടുത്തിട്ടാണ് നമ്മളിപ്പം പാലത്തിലേക്ക് കടക്കാൻ പോകുന്നത്. സൂര്യൻ ഓപ്പോസിറ്റ് അടിക്കുന്നതുകൊണ്ട്, അത് നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു പ്രയാസമുണ്ട്. നമുക്ക് അവിടെ നിന്ന് തിരിയാൻ തോന്നുന്നു. അവിടെ വണ്ടി തിരിഞ്ഞു തോന്നുന്നു. ബഹ്റൈനിലേക്ക് പോകാൻ കഴിയുമോ ഇല്ലേ? ഇല്ല, നമുക്ക് പറ്റില്ല. നമുക്ക് അവിടെ തിരിയാനുള്ള ഓപ്ഷൻ ഇല്ല. വണ്ടി പോകണ്ട. ശരിയാണ്. അതാണ് അവിടെ നിന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ്. എത്ര 3-4 സ്റ്റെപ്പ് ഉണ്ട് അവിടെ? ഓ, ഇത് സൗദിയുടെ ചെക്കിംഗ് പോയിന്റ് ആണിത്. ഓക്കെ, ചെക്ക് പോസ്റ്റ് ആണ്. ഇവിടെ 3ഓളം ചെക്ക് പോസ്റ്റ് ഉണ്ടെന്നാണ് ശിവു പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകണില്ല, നമ്മൾ തിരിയാണ്. പാസ്പോർട്ടൊക്കെ ഉണ്ട്, പക്ഷെ റൂമിലായി വിസിറ്റിംഗ് വിസയ്ക്ക് വന്നവര് ഈ ഭാഗത്ത് വന്നിട്ട് അപ്പുറത്തേക്ക് കടന്നിട്ടാണ് അവർ റിന്യൂ ചെയ്തിട്ട് തിരിച്ചു വരും. അതിഗംഭീരം. ഈന്തപ്പനയുടെ ഓല കുത്തിച്ചാരി വെച്ചേക്കുന്ന പോലാണുള്ളത്. എൻ്റെ സാമിൽ ഗ്രൂപ്പിൻ്റെ ആണ്.
നിരവധി പാർക്കുകളാണ്, കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പാർക്കുകളും അതുപോലെയുള്ള നിർമ്മിതികളുമാണ് ഇവിടെ ഉള്ളത്. കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. വളരെ രസകരമായിട്ടാണ് ഈ പാർക്ക് അവർ ചെയ്തിരിക്കുന്നത്. നമ്മളങ്ങനെ ടീ ടൈം എന്ന് പറയുന്ന ഒരു ഷോപ്പിലെത്തിയിരിക്കുകയാണ്. ഒരു രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷിബു ഇവിടെ കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ടീ ടൈമിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ബോർഡ് കൊടുത്ത